കാട് മുഴുവൻ അരിച്ചവർക്കും ഭക്ഷണം കിട്ടാനില്ല. അങ്ങനെ ഈ പുലി മക്കൾ പിന്നെ കാട്ടിന് വെളിയിലുള്ള നാടുവാഴിയുടെ പശുക്കളുണ്ട്. കാര്യസ്ഥൻ ഞാൻ പടനായകനാണ്. അവരെ പടനായകന ഒരു പല്ലക്കുമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്, പുലികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് വരുന്നു. വനത്തിലേക്ക് വന്ന് വലിയ മരത്തിന് മേൽ പറം കെട്ടി ഈ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇരുവേലി പുലിദേവത ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. കാട്ടിനുള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3-ാം ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഈ നാഗ പ്രതിഷ്ഠാനത്തിന് കംപ്ലീറ്റ് ചൊറഞ്ഞിന് കാണുമ്പോൾ ചേരനെ പോലെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താ പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു പാമ്പിനെ കണ്ടു. ഇതാണ് നാഗസ്ഥാനങ്ങൾ. ഇവിടെ അപ്പം വലിയ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരുവേലിക്കോവിലാണ്. അതായത് കണ്ണൂർ ജില്ലയിലുള്ള ഇരുവേലിക്കോവിൽ കാട്ടിന് നടുവിലായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതൊരു എൻ്റെ ബാക്കിലായിട്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മളോട് ഇവിടുത്തെ അതായത് ഈ അമ്പല കമ്മിറ്റീൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഗോപാലേട്ടൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എന്താക്കാം, നമുക്ക് ക്ഷേത്രത്തിൽ കയറിയിട്ട് ആ കാഴ്ചകളും അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. നല്ല ചെങ്കല്ല് പാകിയ, നല്ല അപ്പുറം ഇപ്പുറം നല്ല ചെറുതായി ചെങ്കല്ല് പാകിയിട്ടുള്ള വഴിയാണ്. നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കാണില്ല, ചുറ്റും കാടാണ്. അപ്പുറം ഇപ്പുറം എല്ലാം ഇതാ കാട്. ആ കാട്ടിൻ്റെ ഇടവഴിയിലൂടെ ചെങ്കല്ല് പാകിയ വഴിയിലൂടെ സ്റ്റെപ്പൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഈ ക്ഷേത്രത്തിൽ പോകാൻ. അപ്പോൾ ഇവിടെ ചില ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ നട തുറക്കൂ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ചെന്ന് നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് ചരിത്രങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം. ഇവിടുത്തെ ആരൂഢം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ശിവപാർവതി സങ്കല്പമാണ്. പിന്നെ ശിവനും പാർവതിയും വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു പൂങ്കാവനങ്ങൾ കാണുകയും അവർ വനത്തിലിറങ്ങിയിട്ട് പുലിവേഷധാരികളായിട്ട് വനത്തിൽ കീടചെയ്തിട്ട് ഉണ്ടാകുന്ന കുട്ടികൾ, ആ പുലിമക്കൾ എന്ന് പറയും. പുലിമക്കൾ ഇവർ അവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവന്മാർ. അവരാണ് അവർക്കാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രം അവരെ വരില്ല, പുലിദേവ ക്ഷേത്രം എന്നല്ല പറയുന്നത്. അങ്ങനെ അവരവർക്ക് സ്ഥാനം കൊടുത്തു. പിന്നീടത് പിന്നെ പുലി മുത്തപ്പനും പുലി മുത്താച്ചി എന്ന് പറഞ്ഞാൽ അതും ശിവപാർവതി തന്നെയാണ്. കല്ലിൽ പടിഞ്ഞിട്ട് തേര് കാണിട്ട് അവരിടത്തേക്ക് എഴുന്നള്ളി ഇവിടത്തേക്ക് അവർക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നു. ആരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കല്ലിൽ പടിഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞ ആസ്ഥാനം അവിടെയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനികന്മാരായിട്ടുള്ളത് അവിടെയായിരുന്നു. അവർക്ക് അവിടെ കല്ലിൽ പടിഞ്ഞിട്ടെന്ന് പറയും. കല്ലിൽ പടിഞ്ഞിട്ടില്ല അവർക്ക് സ്ഥാനമുള്ളത്. അവർക്ക് അവിടെ പിന്നെ സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അപ്പോൾ അവർ എല്ലാം എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിൻ്റേതായ ആരുടെ സ്ഥാനം കല്ലിൽ പടിഞ്ഞിട്ടാണ്. പിന്നെ ഈ ദേവീ ദേവന്മാർ എഴുന്നള്ളിയല്ലോ, അതിന് ശേഷം അവർക്ക് സ്ഥാനം കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടുത്തെ ഒരു കാരണവരുണ്ട്, ഉരുവെക്കുന്ന കാരണവർ കർഷകനായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഐതിഹ്യമാണ് ഇതൊക്കെ അതിനെ പറ്റും. അപ്പോൾ അവർ പിന്നെ കാലികൾക്ക് വേണ്ടി, കർഷകനാണ്, കാലികൾക്ക് വേണ്ടിയിട്ട് പേട്ട വഴി ഇങ്ങനെ പോകുന്ന അവസരത്തിലൊരു അശരീരി തങ്ങൾ പോകുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് നല്ല പശുക്കളെയൊക്കെ കിട്ടും, വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പശുക്കളെയെല്ലാം നല്ല കാളയിൽ കെട്ടിക്കിട്ട് തിരിച്ച് വരുമ്പോൾ സന്തോഷപൂർവ്വം വരുമ്പോൾ ഈ അശരീരി കെട്ടിടയ്ക്ക് മറന്നുപോയി. കാള വരേണ്ട 4 ഭാഗത്ത് ഓടുക. അപ്പോൾ കാരണവർ പറഞ്ഞു, ഓ ഞാൻ എൻ്റെ അശരീരി കെട്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥാനം തന്നേക്കാം, എൻ്റെ കുടപ്പുറത്ത് വന്നു. അങ്ങനെ ഒരു കുടപ്പുറത്ത് എഴുന്നള്ളിയിട്ട് ഇവിടെ കുളത്തുംചാലെന്ന സ്ഥലത്തൂടെ ഒരു ആൽമരത്തിൽ കുടിയേറി. അപ്പോൾ അവർ എന്നിട്ട് ഇവിടുത്തെ സ്ഥാനത്തിന് വേണ്ടി കാരണവരോട് പറഞ്ഞു കൊടുത്തില്ല, കൊടുക്കാൻ പറ്റില്ല, പുതിയ ചെറുതാണ്. അങ്ങനെ നാട് മുഴുവൻ കൊങ്ങിണിത്തരുമെന്ന് പറയാം. നാട് മുഴുവൻ വസൂരിമാല വന്ന് കഴിഞ്ഞതിന് ശേഷം
ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ആ സ്ഥാനം കൊടുത്തത് മേലെയാണ്. ഈ ഇതിൻ്റെ മേലെ നിർമ്മാണ സന്നിധാനം പുള്ളിക്കരിങ്കാളി എന്ന് പറയും. പുള്ളിക്കരിങ്കാളി എന്ന് പറയും. വലിയ ശക്തിയുള്ള ദേവിയാണ്. പുള്ളിക്കരിങ്കാളി കൊടുത്തു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ ആകർഷകരായിട്ട് ഈ മൂലേരി ഗണപതിയാർ എന്നൊരു മൂലേരി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സ്ഥാനമുണ്ട്, ക്ഷേത്രമുണ്ട്. ആടത്തെ ഗണപതി കയറാൻ ഇവിടുത്തേക്ക് ആശയം കൊടുത്തില്ല. കൊടുക്കാതെ അവസരത്തിൽ ഈ മുണ്ടൻചേര പൊളിച്ചാകെ ബഹളമായി ഇടവരെല്ലാം നാശമായതിനു ശേഷം പിന്നെ അവർക്കും സ്ഥാനം കൊടുത്തു. അവരിങ്ങി താഴെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 5 ദൈവങ്ങൾക്ക് ആദ്യം കൊടുത്തു. ഇവർക്ക് തുടക്കം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഭക്ഷണം വേണമല്ലോ. അവർക്ക് ഭക്ഷണം കാട് മുഴുവൻ അരിച്ചവർക്കിടും ഭക്ഷണം കിട്ടാനില്ല. അങ്ങനെ ഈ പുലി മക്കൾ പിന്നെ കാട്ടിന് വെളിയിലുള്ള നാടുവാഴിയുടെ അതൊക്കെ പശുക്കളുണ്ട്. കുറേ പശുക്കളെ അതിൽ തിന്നു കഴിഞ്ഞു പുലികൾ. അപ്പം നേരം വെളുത്ത് നോക്കുമ്പം ഈ പിന്നെ പശുക്കൾ തിന്ന് കാണുന്നത്. അപ്പോൾ പിന്നെ നാടുവാഴി പറഞ്ഞു ഇത് പുലികൾ തിന്നായിരിക്കും, കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ പിന്നെ കാരണം ഉത്തരവിടും. നേരെ പിന്നെ കാര്യസ്ഥൻ നേരെ പടനായകനാണ്. അവരെ പടനായകന ഒരു പല്ലക്കുമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പുലികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് വരുന്നു. വനത്തിലേക്ക് വന്ന് വലിയ മരത്തിന് മേൽ പറം കെട്ടി ഈ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കാണിക്കും. അത് തെയ്യത്തില്ല ഇതെല്ലാം ഇതെല്ലാം കാണിക്കും, പാറ്റലുണ്ട് അതേ. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇവർ തുള്ളിച്ചേട് വരെ തിന്നിട്ട് സന്തോഷപൂർവ്വം ഓടി വരല. അപ്പോൾ അവിടെ ഈ പുലിമക്കളിൽ പിന്നെ കാളപ്പുലി എന്ന് പറഞ്ഞ ഒരു പടനായകനാണ്. ആ കാളപ്പുലിയൻ ഈ കരിന്ദ്രനായര കൊന്നുകളയുന്നു. കൊന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ട് പുലി മടയുണ്ടല്ലോ, പുലി മടയുണ്ടൊക്കെ തന്നെയാണ് കൊന്നിട്ടത്. അങ്ങനെ കാര്യസ്ഥൻ ഈ പടനായകൻ കരിന്ദ്രനായർ തിരിച്ചെത്താതിൻ്റെ പേരിൽ പിന്നെ നാടുവഴി വേറൊരു പല്ലക്കിൽ വനത്തിൽ വന്ന് കാണുന്നത് എല്ലും തോന്നും കരിന്ദ്രനായർ കൊന്നിട്ട്. അപ്പോൾ വൃത്തിയില്ല. അപ്പോൾ അയാൾ കൊന്നു കഴിഞ്ഞു. അപ്പോൾ ഇയാൾ തിരിച്ചു പോകാൻ വേണ്ടി നമുക്ക് പല്ലക്ക് ചലിക്കുന്നില്ല. ഇയാളെ പല്ലക്ക് ചലിക്കുന്നില്ല. ഇയാൾ പറഞ്ഞു കാരണം പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് അബദ്ധം പറ്റിയതാണ് കൊണ്ട് പിന്നെ എന്നെ വിട്ടു തരണം, നിങ്ങൾക്ക് സാധനം തന്നേക്കാം, എന്നെ നിരുപാധി വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷി പോലെ പറന്നു എന്നാണ് പറഞ്ഞ പിന്നെ പല്ലക്ക്. അങ്ങനെ നാടുവഴി വന്നു. അങ്ങനെ അവർ ഈ പിന്നെ ഇവർക്ക് സാധനം വേണമല്ലോ, കാരണവർക്ക് ഇത് പിന്നെ പുലികൾക്ക് സാധനം കൊടുക്കണമല്ലോ. ഏടുന്ന് കൊടുക്കുന്നില്ല, പുലികൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മൂലേരി പോയി അവസാനം ആടൊന്നും കൊടുത്തില്ല. അവസാനം ഒടുവിൽ ഇവർ വീണ്ടും പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, കാവുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അമ്പലയായിട്ട് അമ്പലത്തിന് മുമ്പിലാണ് കാവുങ്കൽ. ആടെയുള്ള കാരണം കൊണ്ട് വെച്ചപ്പോൾ നിങ്ങൾക്ക് സ്ഥലം തരാം. അവരന്ന് ക്ഷേത്രം എടുക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ കൊണ്ടിട്ട് ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ആ മരങ്ങളൊക്കെ ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ അവർക്ക് ക്ഷേത്രം പണിതു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് എൻ്റെ പുലികളെ കഥ. സുഹൃത്തുക്കളെ, ആ ദൂരെ കാണുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആടൂര സ്ഥാനം. ആ ദൂരെ വിളക്കത്തുന്നില്ലേ, അവിടെയാണ്. അവിടുത്തെയാണ് ആദ്യം വിളക്ക് വെച്ച് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഞങ്ങൾ രാത്രിയും കാടൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. അപ്പോൾ അതിൻ്റെ ബേക്കിലായിട്ട് കാണുന്നത് ക്ഷേത്രത്തിൽ കുളത്തിലേക്ക് ഇറങ്ങേണ്ട വഴിയാണ്. അത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന അതേപോലെ തന്നെ ഭംഗിയിൽ അപ്പുറം ഇപ്പുറം കണ്ട ചെങ്കല്ല് കൊണ്ട് കെട്ടി വെച്ച് ചെറിയ മതിൽ കാണാം. അതുപോലെ തന്നെ അതേപോലെ പാതയും സ്റ്റെപ്പുകളെല്ലാം നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ കാട് തന്നെ അപ്പുറം ഇപ്പുറം മരങ്ങളുള്ളത് കൊണ്ട് ഈ അതിൻ്റെ ഇലയൊക്കെ വീണിട്ട് കുറച്ച് കാണാൻ അത്ര ഇതായിട്ടില്ല. എന്നാലും അതൊരു ഫീലിംഗ് തന്നെയാണ് ഇതിലൂടെ നടക്കുമ്പോൾ. ഈ കാട്ടിലൂടെയുള്ള ഈ യാത്ര തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കുളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുളം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇരുവേലി കാവ്, കണ്ണൂർ. ഇത് 1800 വർഷം ഉണ്ടാവും പഴക്കമുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി ഞാനിപ്പം ഇത് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ 1979 നവംബർ 1 കമ്മിറ്റി രൂപീകരിക്കുന്നത്. കമ്മിറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. അതുവരെ കാരണംപുറ കഴിക്കൽ, ഈ 3 വഴി കാരണംപുറ കഴിക്കൽ. ഞാനൊരു തറേ കാരണവരാണ്. ഞാനത് എൻ്റെ സെക്രട്ടറി അന്നത്തെ 79 എന്ന് പറയുമ്പോഴത്തേക്ക് 10-40 വർഷമായില്ലേ. അപ്പോൾ അന്നേ സെക്രട്ടറിയാണ്. പിന്നെ അങ്ങനെ ആദ്യം ഒരു 2
ഈ 2 ക്ഷേത്രമുണ്ട്. ഇത് ഓലപ്പുരയായിരുന്നു, ഒരു പൊളിഞ്ഞു പോകാൻ ഓലപ്പുരയാണ്. അപ്പോൾ ഇത് പൊളിഞ്ഞു നശിച്ചു പോകല്ലോ വെച്ചിട്ട് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കാരണന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ച് ചെയ്യുക. അത് നമ്മൾ സമ്മതം അങ്ങനെ നമ്മളങ്ങനെ കമ്മിറ്റിയാക്കി. അതിനുശേഷം എന്താണ് ഈ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഇതെല്ലാം എടുപ്പും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ ഈ നടപ്പാത കണ്ടേ നിങ്ങൾ, കുളവും നടപ്പാതയും 25 ലക്ഷം രൂപ ഒരാളെ വകയാണ്. കോവിലും കല്യാണമൊക്കെ ലക്ഷങ്ങളുടെ വകയാണ് ഇത് പരിപാടി. അവിടെ ഗോപുരം കണ്ടിട്ടില്ലേ? അതെ, അവരെ വകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളം. നോക്ക്, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രക്കുളമാണ്. ഇപ്പോൾ ഏകദേശം കമ്മിറ്റി എല്ലാം അതിന് ശേഷം കെട്ടി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ, കാണുന്നില്ലേ? കാലാകാലങ്ങൾ നടത്തിരുന്ന മകരം 28, 29, 30, 31 തീയതികളിൽ അങ്ങോട്ട് ഉത്സവം നടത്താറ്. അതായത് ഏത് എക്സാക്ട് ഡേറ്റ് ഫെബ്രുവരി 11, 12, 14 തീയതികളിലുണ്ടാവുക. പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ, ഈ പുലികളും വലിയ രസമുള്ള തെയ്യങ്ങളാണ്. നഗലായിട്ട് മാതാലം പയ്യു അളവ പയ്യെല്ലാം ചെയ്യും, ഇതൊക്കെ രസമുള്ള തെയ്യ. പിന്നെ ഈ കളപ്പുലിയും കരിന്തിരണെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ് അത്. ആ രാത്രി സമയത്ത് രാത്രി തെയ്യുക കളപ്പുലിയും കഴിഞ്ഞാൽ പിന്നെ വെള്ളിക്കണ്ണലായിട്ടുള്ളതാണ്. അപ്പോൾ എമ്പ്രാൻ എൻ്റെ ആ പണ്ടത്തെ കഥേൻ്റെ എമ്പ്രാങ്ങന്ന് ഇങ്ങനെ ഇപ്പോൾ അന്തമായിട്ട് ഇങ്ങനെ റൊമ്പം വലിയമായിട്ട് ഇങ്ങനെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആദ്യത്തെ ഇങ്ങനെ എയ്യും വലിക്കുമ്പോൾ ഇത് പിടിക്കാൻ നോക്കൂ കളപ്പുല്. അവസാനം പറഞ്ഞാൽ എമ്പ്രാൻ്റെ പിടിച്ചിട്ട് അതിങ്ങനെ എയ്യും. ഇത് കഴിഞ്ഞാൽ ഒരു കാരണക്കാണ്. അത് കഴിഞ്ഞ് കുറേ ചെറുപ്പക്കാർ പിന്നെ ഈ പയറ്റുണ്ട്, പടിപ്പേറ്റാണ്. അത് പിന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 10-50 ആളുണ്ടാവും. ക്ഷേത്രം കംപ്ലീറ്റ് വലം വെച്ച് ചെയ്യും. അതാണ് കളപ്പൻ. പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഇവിടുത്തെ പ്രധാന ദൈവം കല്ലിങ്ങൽ പൂക്കലാണ്, പൊന്മകൻ എന്ന് പറയും. അത് ഈ പുലിമുത്തൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരുന്നില്ലേ? അതിൽ പൊന്മകൻ എന്ന് പറഞ്ഞത് ഒരു കല്ലിങ്ങൽ പൂക്കൾ. അത് പൂവാരാധനക്ക് വേണ്ടിയിട്ട് അവനെ സൃഷ്ടിച്ചതാണ്. കണ്ണിൽ നിന്ന് രൂപം വിട്ടെന്നാണ് പറയുന്നത്, കഥയല്ലേ. ആ പൊന്മകനാണ് പൂവാരാധനക്ക് വേണ്ടിയിട്ട് ആ ദേവനെടുത്ത് പ്രധാന ദൈവം. അത് ഈ ഭാഗത്താണ്, ഈ ക്ഷേത്രത്തിലാണ്. അതിൻ്റെ മറുഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചെറുക്കൻ പറയും, ഗുളികൻ സംരക്ഷകനാണ്, ക്ഷേത്ര സംരക്ഷകനാണ് ഗുളികൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഈ ഉത്സവം തെയ്യം കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞാൽ ഇത് പിന്നെ കല്ലിങ്ങൽ പൂക്കുരവൻ നാട് തണ്ടും. ഇത് 24 hours, ഏതായാലും 24 hours അല്ല. വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് പുലച്ചക്ക് 4 മണിക്ക് ഇവിടെ എത്തും. പല നാട്ടുകളിലും വീടുകളിലും പണ്ടത്തെ കാരണവന്മാരടിക്കലും കാണാൻ വേണ്ടി പോയി തിരിച്ചു വരും. അപ്പോൾ ആ തേക്ഷ ഇവിടെ നിന്ന് ഇങ്ങനെ അവർക്ക് വരദാനം കൊടുക്കുക. അപ്പോൾ ദൈവികമായിട്ട് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ കിഴക്കേ നടയിൽ വരാൻ പാടുള്ളൂ. പടിഞ്ഞാറുന്ന എപ്പം അടക്കണമെന്ന് പറയുന്നത്. അതങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വെച്ചാൽ പോക്കുവരവും കാര്യങ്ങളിലുണ്ട്, വനദേവതകളുണ്ട്. കിഴക്കേ നാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിലേക്കാണ് തിരിച്ചു പോവുക. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ മാത്രം പടിഞ്ഞാറ് തുറക്കുക. അതാ അങ്ങനെയാണ് എൻ്റെ ഐതിഹ്യം. പിന്നെ അതിന് ശക്തി ഉണ്ടെന്ന് കാണിക്കുന്നതാണ് അത്. ഏത് പിന്നെ പാമ്പിനെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ 3-ാം ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഈ നാഗ പ്രതിഷ്ഠാനത്തിന് കംപ്ലീറ്റ് ചൊറഞ്ഞിന് കാണുമ്പോൾ ചേരനെ പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയാൻ കഴിയില്ലോ. ഞാൻ അങ്ങനെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, വെറുതെ പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. പാമ്പൻ്റെ ബോധികളുണ്ട്, പലരും കണ്ടിന് പേടിച്ചിരുന്നാലും പറഞ്ഞത് ഞാൻ ഇത് കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോണ്ടപ്പോൾ കാണാണ്ടിരിക്കട്ടെ, നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. ഇവിടെ 100 പാലും കൊടുക്കൽ പിന്നെ കൊല്ലത്തൊരു ദിവസം ഇവിടെ കൊടുക്കുന്നുണ്ട്. അന്ന് ഭയങ്കര ആളുണ്ടാവും. പിന്നെ ഇത് കൗണ്ടറാണ്, ഈ കമ്മിറ്റി ഓഫീസാണ്. പുതിയ അണിയറിയാണ് ഒരെണ്ണന്മാർ കെട്ടുന്ന അണിയറാന്ന് പറയും. ഇതിനകത്ത് നിന്ന് തെയ്യത്തിനെ കെട്ടുക. തുലാപ്പത്തിനെ ഉണ്ടാവുള്ളൂ പൂജ ഉണ്ടാവും. തുലാപ്പത്തിന് പൂജ ഉണ്ടാവും. അന്ന് നാഗത്തിൽ കൊടുക്കുന്നതിന് 150 രൂപേൻ്റെ 150 രൂപയാണ് എൻ്റെ റെസീറ്റിന്. ആ റെസീറ്റ് തന്നെ കിട്ടുന്ന പൂജ തന്ത്രി തന്നെ പ്രസാദം തരും.